ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ജനയുഗം സഹപാഠി അറിവുത്സവം ക്വിസ് ആണ്. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ മലയാളി ആരാണ്? ഉത്തരം KR നാരായണനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ മലയാളി. BCG വാക്സിൻ ഏത് രോഗത്തെയാണ് പ്രതിരോധിക്കുന്നത്? ഉത്തരം ക്ഷയരോഗത്തെ പ്രതിരോധിക്കാനുള്ള വാക്സിനാണ് BCG. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരം ആമസോൺ മഴക്കാടുകളാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം. ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം പൃഥ്വിരാജ് ആണ് ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ആസിഡ് മഴ എന്ന് കേട്ടിട്ടില്ലേ? ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാന വാതകം ഏതാണ്? ഉത്തരം സൾഫർ ഡയോക്സൈഡ് ആണ് ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാന വാതകം. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? ഉത്തരം പ്ലാറ്റിനം ആണ് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം. ഹോർത്തൂസ് മലബാറിക്കസ് എഴുതി തയ്യാറാക്കിയത് ഏത് ഭാഷയിലാണ്? ഉത്തരം ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എഴുതി തയ്യാറാക്കിയത്. രാമാനുജ സംഖ്യ എന്നറിയപ്പെടുന്ന സംഖ്യ ഏതാണ്? ഉത്തരം 1729 ആണ് രാമാനുജ സംഖ്യ. സസ്യങ്ങളിലെ അടുക്കള എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഇലകളാണ് സസ്യങ്ങളിലെ അടുക്കള എന്നറിയപ്പെടുന്നത്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ പാലത്തിന് പകരം പുതിയതായി നിർമ്മിച്ച പാലത്തിന്റെ പേരെന്താണ്? ഉത്തരം ബെയ്ലി പാലമാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ പാലത്തിന് പകരം പുതിയതായി നിർമ്മിച്ച പാലം. തൊഴിലാളി വർഗത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഉത്തരം ദാസ് ക്യാപിറ്റൽ എന്ന ഗ്രന്ഥമാണ് തൊഴിലാളി വർഗത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം. വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഉത്തരം റെറ്റിനോൾ എന്നാണ് വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം. സൗരയൂഥത്തിൽ കണ്ടെത്തിയ കുഞ്ഞൻ ഗ്രഹത്തിന് ഏത് ലോക ചെസ് ചാമ്പ്യന്റെ പേരാണ് നൽകിയത്? ഉത്തരം വിശ്വനാഥൻ ആനന്ദ് എന്ന ലോക ചെസ് ചാമ്പ്യന്റെ പേരാണ് സൗരയൂഥത്തിൽ കണ്ടെത്തിയ കുഞ്ഞൻ ഗ്രഹത്തിന് നൽകിയത്. ഇന്ത്യൻ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? ഉത്തരം 35 വയസ്സ്. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ഉത്തരം പാൻക്രിയാസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. ഭൂമി ഇന്നുള്ളവരുടേത് മാത്രമല്ല, ഇനി വരാനിരിക്കുന്നവരുടേതു കൂടിയാണ്. ആരുടെ വാക്കുകളാണിത്? ഉത്തരം കാൾ മാർക്സിന്റെ വാക്കുകളാണിത്. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം ഏതാണ്? ഉത്തരം ബിലിറുബിൻ ആണ് പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? ഉത്തരം കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നത്. ദൈവത്തിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഹരിയാനയാണ് ദൈവത്തിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു ഏതാണ്? ഉത്തരം പല്ലുകളിലെ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു. ആർക്കാണ് കേരളത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം G ശങ്കരക്കുറുപ്പിനാണ് കേരളത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ മലയാളി ആരായിരുന്നു? ഉത്തരം ഫാത്തിമ ബീവിയാണ് സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ മലയാളി. ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്?
ഉത്തരം നീലത്തിമിംഗലമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജീവി. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഉള്ളത് ഏത് രാജ്യത്താണ്? ഉത്തരം ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഡിസംബർ 10-നാണ് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ജീവി ഏതാണ്? ഉത്തരം ജിറാഫാണ് ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ജീവി. ഓസോൺ ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 16-നാണ് ഓസോൺ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം ജസ്റ്റിസ് ധനഞ്ജയ വൈ ചന്ദ്രചൂഡാണ് ഇന്ത്യൻ സുപ്രീം കോടതിയിലെ നിലവിലെ ചീഫ് ജസ്റ്റിസ്. ലീലാവതി എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം ഭാസ്കരാചാര്യർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ഉത്തരം സ്റ്റേപ്പീസ് എന്ന അസ്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. പ്രസിദ്ധമായ ചിക്കാഗോ പ്രസംഗം നടത്തിയത് ആരാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദനാണ് പ്രസിദ്ധമായ ചിക്കാഗോ പ്രസംഗം നടത്തിയത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ ആരാണ്? ഉത്തരം ശക്തികാന്ത ദാസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ. ആരുടെ നേതൃത്വത്തിലാണ് ആലുവയിൽ സർവമത സമ്മേളനം നടന്നത്? ഉത്തരം ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിലാണ് ആലുവയിൽ സർവമത സമ്മേളനം നടന്നത്. ആരുടെ ജന്മദിനമാണ് ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത്? ഉത്തരം APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ് ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത്. പട്ടിണി കിടക്കുന്നവനോട് മതത്തെപ്പറ്റി സംസാരിക്കുന്നത് അവനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ആരുടെ വാക്കുകളാണിത്? ഉത്തരം സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണിത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം ഗുജറാത്ത് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം. മലയാള കലണ്ടർ പ്രകാരം ഇത് എത്രാമത്തെ വർഷമാണ്? ഉത്തരം മലയാള കലണ്ടർ പ്രകാരം ഇത് 1200-ാം വർഷമാണ്. കയ്യൂർ സമരം നടന്നത് എന്നാണ്? ഉത്തരം 1941-ലാണ് കയ്യൂർ സമരം നടന്നത്. ദേശീയ പാർക്കായ ഇരവികുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം വന്യജീവി സങ്കേതം. സത്യം ശിവം സുന്ദരം എന്നത് ഏതിന്റെ ആപ്തവാക്യമാണ്? ഉത്തരം ദൂരദർശന്റെ ആപ്തവാക്യമാണ് സത്യം ശിവം സുന്ദരം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? ഉത്തരം തൃശൂരാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. മൊയിൻകുട്ടി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കൊണ്ടോട്ടിയിലാണ് മൊയിൻകുട്ടി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.